സംസ്ഥാനത്തെ കൈത്തറി സഹകരണ സംഘങ്ങൾ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോഴും പിലിക്കോട് മാണിയാട്ടെ വീവേഴ്സ് സൊസൈറ്റിയിൽ കാണാനാകുന്നത് അതിജീവനത്തിന്റെ വേറിട്ടൊരു കാഴ്ചയാണ്. മാസങ്ങളായി കൂലി മുടങ്ങിക്കിടക്കുകയാണെങ്കിലും ഇവിടുത്തെ വനിതാ തൊഴിലാളികൾ തറികളിൽ സജീവമാണ്. ഇത് ഇവർക്ക് ഉപജീവന മാർഗം നിലച്ചു പോകാതിരിക്കാനുള്ള പോരാട്ടം കൂടിയാണ്. This news sponsored by Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. നമുക്കിവിടെ പണിയുണ്ടെന്നല്ലാണ്ട് നമുക്ക് കൂലിയൊന്നും കിട്ടുന്നില്ല. അവിടെ നെയ്ത്ത് തൊഴിലാളികൾക്ക് കുറേ 8 മാസത്തിലോളായി കൂലി കിട്ടാത്തത്. അവിടെ എത്രയും നമുക്ക് കൂലി ഏത് പാർട്ടി ഭരിച്ചിരുന്ന ശരി നമുക്ക് കൂലി എത്രയും വേഗം നമുക്ക് കിട്ടണം. പിന്നെ നമ്മളെ കെട്ടിടങ്ങൾ വീണ് പൊളിയാനായിട്ടുണ്ട്. ആ കെട്ടിടത്തിന് എന്തെങ്കിലും ഒരു ധനസഹായം തരുന്നെങ്കിൽ അത്രയും നല്ലത്. മാണിയാട്ട് വീവേഴ്സ് സൊസൈറ്റിയിലെ വനിതാ തൊഴിലാളികൾ അങ്ങേയറ്റം ദുരിതത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഏറെ ശാരീരിക അധ്വാനം ആവശ്യമായ ജോലിയിൽ ദിവസം ശരാശരി 350 രൂപ മാത്രമാണ് വരുമാനം. ഇതുപോലും മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. എൻ്റെ വീട് മുഴക്കത്താണ്. ഞാൻ 60 രൂപ കൊടുത്തിട്ടാണ് ഇവിടെ പണിക്ക് വരുന്നത്. പിന്നെ കൂലി കിട്ടാത്തത് 8 മാസമായി. നവംബർ 4 വരെയില്ല കൂലി കിട്ടിയത്, ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ 2019 മുതൽ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടാനുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് ഇല്ല ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. കൈയും കാലും കണ്ണും ഒരുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൂലിയില്ല. ഈ പണിയെടുത്താൽ കൂലി തീരെ ഇല്ല. ആ ഇല്ല കൂലി തന്നെ നമുക്ക് കിട്ടാത്തത് 8 മാസമായി. ജോലിയിൽ നിന്നുള്ള വരുമാനം കൃത്യമായി ലഭിക്കാതായതോടെ സൊസൈറ്റിയിലേക്കുള്ള യാത്രാ ചെലവിന് പോലും കുടുംബത്തിലെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഗതികേടിലാണിവർ. സാധാരണ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ജീവിക്കാൻ വേണ്ടിയാണ്. ഈ മേഖലയിൽ ഏറ്റവും ചെറിയ കൂലിയാണ് ഇന്ന് മറ്റേത് മേഖലയിലെ തൊഴിലാളികളെക്കാളും ഏറ്റവും കുറഞ്ഞ കൂലിയാണ് ഈ കൈത്തറി തൊഴിലാളികൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ 8 മാസത്തോളം ഡ്യൂ ആയി കിടക്കുമ്പോൾ ഈ തൊഴിലാളികളുടെ ജീവിത പ്രയാസങ്ങളും അവർ ഈ കൈത്തറി മേഖലകളിലേക്ക് ജോലി ചെയ്യാൻ വരുന്നത് തന്നെ 2 ബസ്സൊക്കെ കയറിയിട്ടാണ് ഇവിടത്തേക്ക് ജോലി ചെയ്യാൻ വരുന്നത്. ആ ബസ് ചാർജ് കൊടുക്കാൻ പോലും തൊഴിലാളികൾ വളരെ കഷ്ടപ്പെടുകയാണ്. 8 മാസത്തോളം കൂലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ മറ്റേത് മേഖലയിലും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇന്നിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മാറി വന്ന് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ബന്ധപ്പെട്ടപ്പോൾ കൈത്തറി ഡയറക്ടറൊക്കെ ആയി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് എന്തായാലും ഈ അടുത്ത് തന്നെ ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് കൂലി കിട്ടും എന്നുള്ളൊരു ഉറപ്പാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് കിട്ടിയാൽ വലിയൊരു ഉപകാരമായിരിക്കും. അതുമാത്രമല്ല ഈ മേഖലയിൽ തൊഴിലാളികൾ വരാൻ ഇനി മെനക്കെടുന്നില്ല. കാരണം ചെറിയ കൂലി അത് കൃത്യമായി കിട്ടുന്നില്ല, കൃത്യമായി പണി കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ട ഈ അവസരത്തിൽ തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് വളരെ വരുന്നതിൽ വളരെ കുറവാണ്. തുടർച്ചയായ നെയ്ത്ത് ജോലി കാരണമുണ്ടാകുന്ന കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും അവഗണിച്ചാണ് ഇവരിൽ പലരും ഇന്ന് ജോലിയുമായി മുന്നോട്ട് പോകുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എടുക്കുന്ന ഒരു പണിയാണിത്. നമുക്കിത് 8 മാസമായി കൂലി വരാത്തത്, 8 കൊല്ലമായി ഇൻസെൻറ്റീവ് ഒന്നും തരാതെ. എത്രയും വേഗം കുറച്ച് തന്ന് നമ്മളെ സഹായിക്കണം. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പണിയെടുക്കുന്നത്. ജീവിക്കാൻ വേണ്ടിയിട്ട് പോരാടുന്നതന്നല്ലേ ഇത്. അത് നമുക്ക് എത്രയും വേഗം സർക്കാർ ഇത് അനുവദിച്ച് തരണമെന്ന് പറയും. സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതി പ്രകാരം തുണി നെയ്തു നൽകിയ വകയിൽ കൈത്തറി സഹകരണ സംഘങ്ങൾക്കും തൊഴിലാളികൾക്കും ലഭിക്കാനുള്ള കോടിക്കണക്കിന് രൂപയുടെ കൂലി കുടിശ്ശികയാണ്. ഉദ്ഘാടന സമയത്തും അതിനുശേഷം ഒരു 80-85 വരെ 10-45ഓളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് ഇപ്പം ഏകദേശം 20ഓളം തൊഴിലാളികളായി മാറി. കാരണം കൃത്യമായി കൂലി കൊടുക്കാൻ പറ്റാത്തതും ജോലി കൊടുക്കാൻ പറ്റാത്തതുമാണ് ഈ സംഘത്തിൻ്റെ മൊത്തം കൈത്തറി സംഘത്തിൻ്റെ പ്രതിസന്ധി. കാസർഗോഡ് മൊത്തം നോക്കുമ്പോൾ എല്ലാ സംഘങ്ങളിലും ഇതേ സ്ഥിതിയാണ്. സർക്കാരിൻ്റെ ഇപ്പോഴത്തെ യൂണിഫോം പദ്ധതി വന്നതുകൊണ്ട് തൊഴിലാളിക്ക് കൃത്യമായി ജോലി കിട്ടുന്നുണ്ട്, പക്ഷേ കൂലി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായി ലഭിക്കുന്നില്ല. കഴിഞ്ഞ 8 മാസത്തോളമായി കൈത്തറി തൊഴിലാളികൾക്ക് കൂലി മുടങ്ങിയിട്ട്. ഇതിനു പുറമെ 2019 മുതലുള്ള പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് കുടിശ്ശികയും തൊഴിലാളികൾക്ക് ലഭിക്കാനുണ്ട്. വരുമാനം പൂർണ്ണമായും നിലച്ചതോടെ കാസർഗോഡ് ജില്ലയിലെ 6ഓളം നെയ്ത്ത് സംഘങ്ങളുടെ പ്രവർത്തനവും തീർത്തും പ്രതിസന്ധിയിലാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.